السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ അറിയിച്ചുകൊണ്ട് റജബ് മാസവും ശഅബാൻ മാസവും നമ്മളിലേക്ക് ആഗതമായി. റജബ് കഴിഞ്ഞു കടന്നു. ഇപ്പോൾ നാം ശഅബാനിലാണ്. ഈ 2 മാസത്തിനും ഒരുപാട് പ്രത്യേകതകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നൽകിയിട്ടുണ്ട്. പ്രത്യേകതകൾ എന്തിനാണ് അല്ലാഹു നൽകുന്നത്? അത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സൗഭാഗ്യമുണ്ടാകാൻ വേണ്ടിയാണ്. ഈ മാസത്തിൽ ഉള്ള പ്രത്യേകത ശഅബാൻ 15-ൻ്റെ രാവും അതിൻ്റെ പകലും പ്രത്യേകതയുള്ളതാണ്. ബറാഅത്ത് എന്നാണ് അതിനെക്കുറിച്ച് നാം പരിചയപ്പെട്ടിരിക്കുന്നത്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനമെന്നാണ്, നരകത്തെ തൊട്ടുള്ള മോചനം. അറേബ്യയിലെ പ്രസിദ്ധമായ ഒരു കബീലയായിരുന്നു ബനി കൽബ് കബീല. ആയിരക്കണക്കിന് ആടുകൾ അവർക്കുണ്ടായിരുന്നു. ആ ആടുകളുടെ രോമങ്ങൾ കണക്കാക്കി മുഅ്മിനീങ്ങളായ ആളുകളെ, പാപികളായ മുഅ്മിനീങ്ങളെ നരകമോചനം നൽകുന്ന രാവാണ് ബറാഅത്ത് രാവ്. അതാണ് ബറാഅത്ത് എന്ന് പറയുന്നത്. ഈ ബറാഅത്ത് എന്തിനാണ് അള്ളാഹു നമുക്ക് നൽകിയത്? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എന്താണ് നാം ആ ദിവസത്തിൽ ചെയ്യേണ്ടത്? ഇതെല്ലാം സത്യവിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കണം. അത് ചെയ്യണം. മനുഷ്യൻ ഇന്ന് പെടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുക. ദൈനംദിനം ആളുകൾ ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ആയുസ്സിന് വലിയ വിലയാണ്, മൂല്യമാണുള്ളത്. അതുകൊണ്ട് ആയുസ് ദീർഘിച്ചു കിട്ടാൻ, ആഫിയത്തുള്ള ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട രാവാണ് ബറാഅത്ത് രാവ്. മനുഷ്യൻ ഇന്ന് കടത്തിലും കടക്കണിയിലുമെല്ലാം പെട്ട് പാപ്പറായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ ഒരു വർഷത്തേക്ക് ജീവിത വിഭവങ്ങൾ സുഖമായി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട രാവാണ്. മനുഷ്യൻ്റെ ആഖിബത്ത്, അന്ത്യം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. രാവിലെ മുസ്ലിമാകുന്നവൻ വൈകുന്നേരം കാഫിറായി പോവുകയാണ്. പല ചിന്താഗതികളാണ് മനുഷ്യൻ ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആഖിബത്ത് നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട രാവാണ് ബറാഅത്ത് രാവ്. അതിനുവേണ്ടി മഹാത്മാക്കളായ ആളുകൾ, പൂർവികരായ പണ്ഡിതന്മാരും സാലിഹ്യങ്ങളും ആത്മീയ ഗുരുക്കന്മാരും പാരമ്പര്യമായി നമുക്ക് 3 യാസീൻ ബറാഅത്തിൻ്റേതായ അസറിന് ശേഷവും മഗ്രിബിന് ശേഷവും ഓതൽ പതിവുണ്ട്. ആയുസ്, ആഫിയത്തുള്ള ആയുസിന് വേണ്ടിയും ദീർഘായുസിന് വേണ്ടിയും ജീവിത വിഭവങ്ങൾ ഈ ഒരു വർഷത്തേക്ക് നല്ല നിലയിൽ കിട്ടാൻ വേണ്ടിയും അവസാനം ആഖിബത്ത് നന്നാകാൻ വേണ്ടിയും നല്ല നിലയിൽ മരിച്ചു പോകാൻ വേണ്ടിയും ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയും 3 യാസീൻ ഓതേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞു, യുഫറഖു കുല്ലു അംരിൻ ഹക്കീം, സൂറത്തു ദുഖാനിൽ. അന്നാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റേതായ ഒരു വർഷത്തേക്കുള്ള ആയുസ്സും ജീവിത വിഭവങ്ങളും ആഖിബത്തുമെല്ലാം തീരുമാനിക്കപ്പെടുന്ന രാവാണ്. അതുകൊണ്ട് നാം ചോദിച്ചു വാങ്ങണം. യാസീൻ എന്തിനു വേണ്ടി ഓതുന്നുവോ, ഖുർആൻ്റെ കൽബാകുന്ന യാസീൻ എന്തിനു വേണ്ടി ഓതിയാലും അത് സാധിക്കുമെന്ന്. അതുകൊണ്ട് ഓരോ യാസീനും ഓതി നിയ്യത്ത് ചെയ്ത് ഓതി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. കരയുന്ന കൊച്ചിനെ പാല് കൊടുക്കൂ എന്നുപോലെ അള്ളാഹുവിനോട് ചോദിക്കണം. ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ചോദിക്കൂ, ഞാൻ ഉത്തരം ചെയ്യാമെന്ന. അതിന് മുഹൂർത്തമായ സമയങ്ങൾ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ മുഹൂർത്ത സമയത്ത് ചോദിക്കണം. എപ്പോഴെങ്കിലും ചോദിച്ചിട്ട് കാര്യമില്ല. അതിന് ചോദിച്ചു വാങ്ങേണ്ട പുണ്യമായ രാവാണ് ബറാഅത്ത് രാവ്. ആ രാത്രിയിൽ തസ്ബീഹ് നിസ്കാരം പോലെയുള്ള ദീർഘമായ നിസ്കാരം നടത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. തസ്ബീഹ് നിസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം. ആകെ നമ്മൾ നിൽക്കിയിരിക്കുന്നത് ലൈലത്തുൽ ഖദറിൻ്റെ റമളാൻ്റെ രാത്രിയാണ്. എന്നാൽ ബറാഅത്ത് രാത്രിയിലും തസ്ബീഹ് നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നീണ്ടതായ നിസ്കാരം. അതിൻ്റെ പകല് ഊമു ലൈലഹ വസൂമു നഹാറഹ, ബറാഅത്തിൻ്റെ രാത്രി നിങ്ങൾ നിസ്കരിച്ചു അള്ളാഹുവിനോട് ചോദിക്കൂ. അതിൻ്റെ പകൽ നോമ്പ് പിടിക്കാനും ആജ്ഞയുണ്ട്. അതുകൊണ്ട് ബറാഅത്തിൻ്റേതായ രാവ്
ഈ വരുന്ന വെള്ളിയാഴ്ച രാവ് അതിന് രാവും, ശനിയാഴ്ച പകലുമാണ്. ആ പകല് നോമ്പ് പിടിക്കുകയും ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് തഞ്ചീസിയായ ആയുസ്സുണ്ട്, മറ്റൊന്ന് തൈലീക്കിയായ ആയുസ്സുണ്ട്. തഞ്ചീസിയായ ആയുസ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ്, അതിൽ മാറ്റമില്ല. 60 വയസ്സ് അള്ളാഹു തീരുമാനിച്ചെങ്കിൽ അതിലൊരു മാറ്റവും ഇല്ല, 60 വയസ്സേ ജീവിക്കുള്ളൂ. അതിന് തൈലീക്കിയായ ആയുസ് എന്ന് പറഞ്ഞാൽ 60 വയസ്സ് തീരുമാനിച്ചത് സുഹൃതങ്ങൾ ചെയ്യുകയാണെങ്കിൽ 60 വയസ്സ് പൂർത്തിയായി കൊടുക്കുകയും സുഹൃതങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് ചിലപ്പോൾ 50 40 ആക്കി റൂഹ് പിടിക്കും. അപ്പോൾ ഈ തൈലീക്കിയായ ആയുസ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹുവിനോട് ഇതേ രൂപത്തിൽ സുവർണാവസരങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രാർത്ഥിക്കേണ്ടത്. ആയുസ് നീളും എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. 55 വയസ്സിൽ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 40 വയസ്സിൽ അവനെ ഡിസ്മിസ് ചെയ്യും സർക്കാരിൽ നിന്നും, കൃത്യവിലോപം കാണിച്ചു കഴിഞ്ഞാൽ. എന്നതുപോലെ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്താൽ നമ്മളെ പെട്ടെന്ന് മരിപ്പിക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ചെയ്ത് ഇതുപോലുള്ള രാവികളെല്ലാം പ്രാർത്ഥിച്ച് പടച്ചവന് ചോദിച്ചു കൊണ്ടിരുന്നാൽ പൂർണ്ണമായിരിക്കുമെന്ന് അള്ളാഹു തീരുമാനിച്ച് ആയുസ് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ രാവ് ഇതിൻ്റെ പകലും വളരെ പുണ്യമുള്ളതാണ്. അസറിന് ശേഷം യാസീൻ 3 ഓതി ഞാൻ ഈ പറഞ്ഞതുപോലെ ദുആ ചെയ്യുക, മഗ്‌രിബിന് ശേഷം ദുആ ചെയ്യുക, രാത്രി തസ്ബീഹ് നിക്കരിക്കുക, സൂറത്ത് ദുഖാൻ ഓതുക. സൂറത്ത് ദുഖാൻ എല്ലാ ദിവസവും എല്ലാ രാവിലും ഓതൽ സുന്നത്താണ്. അത് ഓതുന്ന ആൾക്ക് നേരം പുലരുന്നവരെ 70,000 മലക്കുകൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന്. അതുകൊണ്ട് സൂറത്ത് ദുഖാൻ ഈ രാത്രി ഓതുന്നത് വളരെ പ്രത്യേകമായിരിക്കുന്ന പുണ്യമുള്ളതാണ്. മാത്രമല്ല, നമ്മൾ വിട പറഞ്ഞു പോയ കാരണവന്മാർ, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് യാസീൻ ഓതി സദഖകൾ ചെയ്ത് ഹദിയകൾ ചെയ്ത് ചെയ്യേണ്ട രാവാണ്. കാരണം മനുഷ്യൻ മരിച്ച് മണ്ണിലേക്ക് ചേരുന്നവൻ്റെ ഡെഡ് ബോഡി മാത്രമാണ്, അവൻ്റെ ആത്മാവ് മരിച്ചിട്ടില്ല. ആത്മാവ് നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളെല്ലാം കണ്ട് നമ്മളെ പൂർവികരായ കാരണവന്മാർ സന്തോഷിക്കുകയും നമ്മൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ കണ്ട് അവർ ദുഃഖിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും ഹദിയകളും സദഖകളുമെല്ലാം ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മളെ പൂർവികരായ പണ്ഡിതന്മാരിൽ നിന്നും സാലിഹ്യങ്ങളിൽ നിന്നും നമുക്ക് പരമ്പരാഗതമായി കിട്ടിയതാണ്. പാരമ്പര്യമുള്ളതാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതും അടിസ്ഥാനമുള്ള അമൽ. പാരമ്പര്യമില്ലാത്തതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് ഈ രാവ് ഇതിൻ്റെ പകലുമെല്ലാം വളരെ പുണ്യമുള്ളതാണ്. യാസീനോദി മറ്റ് സുഹൃതങ്ങൾ ചെയ്ത് ദീർഘമായ നിക്കാരം നടത്തി ദാനധർമ്മങ്ങൾ നടത്തി ഈ ദിവസത്തെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അപേക്ഷിക്കുകയാണ്. അള്ളാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സും ജീവിത വിഭവങ്ങളും അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നരകമോചനം നൽകപ്പെടുന്നവരിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.